ഇന്ത്യ ഗുഡ് ലാറ്റിറ്റ് എന്ന പ്രോഗ്രാമിൽ ഒരു കേരള പെൺകുട്ടി വരികയും ആ പെൺകുട്ടിയോട് ഒരു ചോദ്യം ചെയ്യുകയും ആ ചോദ്യത്തിന് വളരെ ആക്ഷേപകരമായ മറുപടി നൽകുകയും ചെയ്ത ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. പെൺകുട്ടിയോട് പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവും ആ ചോദ്യത്തിന് പെൺകുട്ടി നൽകുന്ന മറുപടിയുമാണ് ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ വൈറലാവുന്നത്. പെൺകുട്ടിയോട് രാഷ്ട്രീയമുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടി എനിക്ക് രാഷ്ട്രീയമില്ലെന്നും എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നും കുട്ടി പറയുന്നുണ്ട്. അതിനെ അവിടെയുള്ള കുറെ പഞ്ചാബികൾ കളിയാക്കുന്ന രീതിയിലുള്ള ട്രോളാണ്. 100% സാക്ഷരതയുള്ള കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വോട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമോ ഉള്ള ആളുകൾ ഇല്ല എന്നാണ് അവർ അപഹാസത്തിൽ പറയുന്നത്. എന്താണെങ്കിലും വീഡിയോയ്ക്ക് നേരെ വളരെ രൂക്ഷ വിമർശനങ്ങൾ മലയാളികളും അതുപോലെ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ. എന്താണെങ്കിലും രാഷ്ട്രബോധമുള്ളവർ തന്നെയാണ് കേരളത്തിലുള്ളവർ. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി വോട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് കേരളത്തിലുള്ള ആരും തന്നെ വോട്ട് ചെയ്യുന്നില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ വ്യക്തിപരമായ രാഷ്ട്രബോധവും അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ 77% വരുന്ന പോളിംഗുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന പഞ്ചാബിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും കഴിഞ്ഞ ഇലക്ഷന് ഏകദേശം 55 അതുപോലെ തന്നെ 45% വോട്ടിംഗ് പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വോട്ടിംഗ് ശതമാനം വളരെയധികം ഉയർന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. എന്നാലും കേരളത്തിലുള്ളവരെ കളിയാക്കാൻ കിട്ടിയ അവസരം അവർ നന്നായിട്ട് ഉപകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടതായിട്ട് അവർ അതിനകത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനേക്കാൾ പ്രശ്നം അവരുടെ സംസ്ഥാനത്തുണ്ട് എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലുള്ള ആളുകൾ രാഷ്ട്രീയ ബോധവും അതുപോലെ തന്നെ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്നവരെ ആയിരിക്കും ജയിപ്പിച്ചു വിടുന്നത്. അല്ലാതെ പശുക്കളെ നോക്കുന്നവരെയും അതുപോലെ തന്നെ ഗോമൂത്രം കുടിക്കാൻ ഉപദേശിക്കുന്നവരെയും അല്ല എന്നാണ് രസകരമായി ഇതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ. നിരവധി ആളുകളാണ് നോർത്ത് സൈഡിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നത്. ഇത്തരത്തിൽ പശുക്കളെ ഗോമാതാവായി കാണുകയും അതുപോലെ തന്നെ വർഗീയത വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയ ആളുകളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെയും വികസിപ്പിച്ചെടുക്കുന്ന ആളുകളെക്കാൾ എന്തുകൊണ്ടും നല്ലത് വോട്ട് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാതെ വ്യക്തിജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് അർത്ഥമാക്കുന്ന തരത്തിലുള്ള പല രീതിയിലുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയ ബോധവും അതുപോലെ തന്നെ ഒരു ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യേണ്ട അവകാശവുമുണ്ട്. കുട്ടി ചെയ്തതിന് 2 നിലപാടുകളുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നമ്മുടെ അവകാശം വീണ്ടെടുക്കാനുള്ള ഒരു സംരക്ഷണ അവകാശം കൂടിയാണ് വോട്ട്.